ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം കണ്ണൂർ, വടകര പാർലമെന്റ് മണ്ഡലങ്ങളിൽ വ്യാപക അക്രമങ്ങൾക്ക് സാധ്യതയെന്ന വിലയിരുത്തൽ സജീവം. ഈ സാഹചര്യത്തിൽ പോലീസ് കരുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതും തലശ്ശേരി താലൂക്കിലെ പ്രദേശങ്ങളിലുമാണ് അക്രമം കൂടുതൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിലെ വടകരയിലും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അക്രമ ഭീഷണിയുടെ സൂചനകൾ ഉണ്ട്. ബോംബ് രാഷ്ട്രീയത്തെ പാർട്ടി നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അണികൾ അത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ സജീവമായി ഇപ്പോഴും ബോംബ് നിർമ്മാണവും സംഭരണവും നടക്കുന്നുണ്ട് എന്നാണ് വിവരം. പോലീസ് പരിശോധന നടക്കുന്നുണ്ടെങ്കിലും റെയ്ഡ് വിവരം മുൻകൂട്ടി ചോരുന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ബോംബുകൾ മാത്രമേ പിടികൂടാൻ കഴിയുന്നുള്ളൂ. പാനൂർ മുളിയത്തോടെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകനെയും പരിക്കേറ്റവരെയും പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് ചികിത്സാ സഹായവും നിയമസഹായവും ലഭിക്കുന്നത് CPMന്റെ പരോക്ഷ പിന്തുണയിലാണ്. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 98-ന് ശേഷം കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടത് 10 പേരാണ്. ഇതിൽ 6 CPMകാരും 4 BJP പ്രവർത്തകരുമാണ് ഉൾപ്പെടുന്നത്.